നമസ്കാരം, മേരി ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാല സെയിൻറ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ലൂമിനേറിയ. ഇതോടനുബന്ധിച്ച് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എക്സ്പോ കഴിഞ്ഞ 10 ദിവസമായി നടന്നു വരികയാണ്. ജനുവരി 26 സമാപിക്കുന്ന ഈ വലിയ എഡ്യൂക്കേഷണൽ എക്സ്പോയുടെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങൾ പിന്നിടുകയാണ് പാല സെയിൻറ് തോമസ് ഓട്ടോണമസ് കോളേജ്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പ്രോജക്റ്റുകളാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. 50 സിനിമയോളം നമ്മളിവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. പഴയ നമ്മുടെ എല്ലാ സിനിമകളും അത്യാവശ്യം എല്ലാം നമ്മൾ ഒട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗള്ളിവർ ഇൻ ലില്ലിപുട്ട് എന്ന പാഠഭാഗം ദൃശ്യാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താൻ്റെ ദൃശ്യമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പാത്തുമ്മയുടെ ആടും ഇവിടെ തന്നെയുണ്ട്. ഷേക്സ്പിയർ പാഠഭാഗങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഉദാത്തമായ ഒരു കാര്യമാണ്. ഡെസിമോണയെ വധിച്ചതിന് ശേഷം കഥാപാത്രം വിഷമത്തോടെ ഇരിക്കുന്നൊരു ഭാഗമാണ് ഡെസിമോണ ഒത്തല്ലോ നാടകത്തിൻ്റെ ദൃശ്യാവിഷ്കാരം. വില്യം ഷേക്സ്പിയറിൻ്റെ സാഹിത്യലോകം. സോണുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കൗതുക മത്സരങ്ങളുടെ ദൃശ്യാവിഷ്കാരം. ഇവിടെ കുട്ടികളൊക്കെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തൊരു ഭാഗമാണ് കാണുന്നത്. ധാരാളം കുട്ടികൾ പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഈ ലൂമിനേറിയ എക്സിബിഷൻ പങ്കെടുക്കുന്നുണ്ട്. നന്നങ്ങാടിയുടെ അവശിഷ്ടങ്ങൾ പല ഭാഗത്തുമുണ്ട്. അത് ചേർത്തുണ്ടാക്കിയൊരു മീനച്ചിലാറിൻ്റെ സവിശേഷമായൊരു ദൃശ്യാവിഷ്കാരമാണിത്. പുരാവസ്തുക്കളായ പോട്ടറി കൊണ്ട് നിർമ്മിക്കപ്പെട്ട മീനച്ചിലാറിൻ്റെ ദൃശ്യമാണിത്. ചുമടുതാങ്ങിയും ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാട്ടുപെട്ട ഇളപ്പൊങ്കലുള്ള ആ ഒരു രൂപം വീണ്ടും ഒന്ന് പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഭാരം ചുമക്കുന്നതിന് വേണ്ടി മടുപ്പ് കൂടാതെ ഇത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സിബിഷൻ ഐറ്റമാണ്. പുരാതന കാലത്തെ ആയുധങ്ങളാണ് ഇവിടെ കളക്ഷനായിട്ട് വെച്ചിരിക്കുന്നത്. സംഗീതോപകരണങ്ങൾ, ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെ തുടിത്താളം, അതുപോലെ മരപുരി പോലുള്ള വസ്ത്രങ്ങൾ, അമ്പ്, വില്ല് എല്ലാം ഇവിടെ ശേഖരങ്ങളുടെ മുഖ്യ ആകർഷണമാണ്. കോവിഡും എക്സിബിഷൻ്റെ മുഖ്യ ഇനമാണ്. അതെ,
കോവിഡ് കാലത്തിൻ്റെ ഒരു 2 വർഷത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലേ പത്രവാർത്തകളുടെ ഒരു ശേഖരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതെ, പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്ന കോവിഡ് കാലഘട്ടം ഇനി ഒരിക്കലും ആവർത്തിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോവിഡ് കാലങ്ങളിൽ കടന്നുപോയവരുടെ ദൃശ്യങ്ങൾ, പ്രധാനപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങളാണ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ പിരിഞ്ഞുപോയത്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫലകം കൂടിയാണ് സംഗീതം, സ്പോർട്സ്, കായികം, സിനിമ തുടങ്ങിയ രാഷ്ട്രീയ മേഖലയിൽ നിരവധി പേർ കോവിഡ് കാലഘട്ടത്തിൽ യാത്രയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അതിജീവനത്തിൻ്റെ സ്റ്റോറികളും ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ശില്പം, കോവിഡ് വൈറസിൻ്റെ ഒരു രൂപം വീണ്ടും ഓർമ്മയിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. കോവിഡ് സമയത്തെ പോസിറ്റീവ് കേസുകൾ അതൊക്കെയാണ് ഈ ഒരു ചാർട്ടിൽ നിരവധി. ഏപ്രിൽ 23 അല്ലേ റെക്കോർഡുകളുണ്ട്. കോവിഡിൻ്റെ ഓർമ്മ മ്യൂസിയമാണിത്. അന്നത്തെ അനൗൺസ്മെൻറ്റ്, സാനിറ്റൈസർ, അതോടൊപ്പം തന്നെ മെഷീൻസ്, പരസ്യങ്ങൾ എല്ലാം വിവാദമായിട്ടുള്ള PPT കിറ്റുകളും ഇവിടെ ഒപ്പമുണ്ട്. കോവിഡ് വൈറസ്, അതിജീവനത്തിൻ്റെ കഥകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണ് വീണ്ടും ഒരു ഓർമ്മയിൽ നഷ്ടപ്പെട്ടുപോയ വേദനയുടെ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ, അതിജീവനത്തിൻ്റെ പാതയിൽ നമ്മളെ സഹായിച്ച ചരിത്ര നിർമ്മിതികളും മാസ്കുകളുടെ മോഡലും ഒക്കെ ആണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ ബോധവൽക്കരണ പോസ്റ്ററുകളും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ RT-PCR സംവിധാനങ്ങൾ. ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ദൂരം പാലിക്കുക, സാമൂഹ്യകരം, അതിൻ്റെ ഒരു ദൃശ്യങ്ങളും വീണ്ടും പുനർനിർമ്മിച്ചു. കൂടാതെ മാസ്കുകൾ, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, അതിൻ്റെ തീയതികളൊക്കെ ആയിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കേരള പുരാവസ്തു വകുപ്പിൻ്റെ ഒരു മ്യൂസിയമാണിത്. പഴയകാല ആയുധങ്ങൾ, കല്ലിൽ തീർത്ത ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ പോട്ടറീസ്, പാത്രങ്ങൾ, മുനിയറ, നന്നങ്ങാടി, അവയുടെ കാര്യങ്ങൾ. ഇതാണ് യഥാർത്ഥത്തിലുള്ള നന്നങ്ങാടി എന്ന് പറയുന്നത്. കളിമണ്ണിൽ ബറിയൽ, അതായത് മൃതാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മകളാണിത്. പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങൾ, അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ആയുധങ്ങളാണ് പഴയ കാലഘട്ടത്തിൽ. അതെല്ലാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് വാള്, അരിവ, അതുപോലെ വാക്കത്തി തുടങ്ങിയ, കുന്തം തുടങ്ങിയത്, മഴു ആയുധങ്ങളൊക്കെയാണ് ശിലായുഗത്തിലെ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടപ്പുറത്ത് ലഭിച്ച അതിപുരാതന ബുദ്ധ പ്രതിമ, ശിരസില്ലാത്ത രൂപം, ശിരസിൻ്റെ ഭാഗം തുടങ്ങി പല കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ശില്പങ്ങൾ, തടിയിലും കല്ലിലും തീർത്ത, അതുപോലെ കളിമണ്ണിൽ തീർത്തതായ പ്രതിമകളൊക്കെയാണ് മുഖ്യ ആകർഷണം. അതുപോലെ തന്നെ കല്ലുകളുടെ ചെറിയ രൂപം, പീരങ്കി വെടിയുണ്ടകളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെയുണ്ട്. പീരങ്കിയുടെ ഇരുമ്പിലുള്ള വെടിയുണ്ടകൾ. കൂടാതെ പല കാര്യത്തിൽ പുകയില ഉപയോഗം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. വെടിയുണ്ടകൾ, അതിൻ്റെ പൈപ്പുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന തൂക്കുകെട്ടുകൾ, വെയിറ്റ്, അതുപോലെ അളവ്, തൂക്ക, സ്പറ തുടങ്ങിയ സംഭവങ്ങൾ. ട്രൈബൽ മേഖലയിലുണ്ടായിരുന്ന സംഗീത ഉപകരണങ്ങൾ, പൊറൈ, ദവിൽ, തകിൽ എന്നൊക്കെ പറയും, തപ്പ്. കൂടാതെ കൊച്ചു കൊച്ചു സംഗീത ഉപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അപ്രാപ്യമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ ട്രൈബൽ മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തപ്പ് പോലുള്ള സംഭവങ്ങൾ, ഓങ്കാരമണി, ടിബറ്റൻ ഗ്യാലിങ്, നാഗവംശി തുടങ്ങിയ സംഗീത ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട്. കായിക കേരളത്തിലെ സംഭാവനകൾ, സെൻറ് തോമസ് കോളേജ് കായിക കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ ജിമ്മി ജോർജാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം. കൂടാതെ നിരവധി സ്പോർട്സ് മേഖലയിൽ സംഭാവന നൽകിയ കയാക്കിംഗ്, അതുപോലെ സ്പോർട്സ് മേഖലയിലെ അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, കായിക താരങ്ങൾ, അതുപോലെ സ്പോർട്സ് സംഭവങ്ങൾ, ആർച്ചറി തുടങ്ങിയ ഒരു നിരവധി കാര്യങ്ങളാണ്. സ്പോർട്സ്, അതുപോലെ ഷൂട്ടിംഗ്, പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റിംഗ്, സേഫ്റ്റി മെഷേഴ്സ്, ഇതെല്ലാം ഉള്ളതായൊരു കൗണ്ടറാണ്. വിവിധ ഗെയിം സോണുകളാണ്. 3D ഗെയിമുകൾ പ്രത്യേക കൗണ്ടർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗെയിമുകൾ പങ്കെടുക്കാവുന്നതാണ്. മേരാ പ്യാര ദേശവാസിയും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക കൗണ്ടറാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട്, ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹിത്യത്തിൻ്റെ ചിത്രങ്ങൾ, സാഹിത്യ രൂപങ്ങൾ, അതുപോലെ തന്നെ കബീർദാസിൻ്റെ ചിത്രങ്ങൾ, ഇവയുടെയൊക്കെ ആദ്യകാല മാനുസ്ക്രിപ്റ്റ്, വിവിധ സിനിമകൾ, സാഹിത്യത്തിനോടെടുത്ത സിനിമകളുടെ ദൃശ്യങ്ങൾ, സാഹിത്യത്തിൻ്റെ സംഭവങ്ങൾ, പുരാതന പുസ്തകങ്ങളൊക്കെ ഈ ഒരു കൗണ്ടറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചരിത്രപ്രസമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാഹിത്യ ഭാഷയുടെ പുസ്തകങ്ങളൊക്കെ ഒരു ബുക്ക് ട്രീ ആയിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സാഹിത്യ ദൃശ്യങ്ങളുടെ, ഗ്രാമങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളാണത്. ആർട്ടും
സാഹിത്യവും ഒരുമിക്കുന്ന ദൃശ്യമാണ്.